ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബയോളജിയുടെ ടോപ്പിക് വൈസിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ഒരു ടോപ്പിക്കിനാണ്, ഒരു ലെസൺ ആണ് പ്രതിരോധ സംവിധാനങ്ങൾ. അപ്പൊ നമ്മൾ ആ പ്രതിരോധ സംവിധാനങ്ങളിലെ ലെസണില് നോട്ടായിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കറിയാം. ആർജിത പ്രതിരോധ സംവിധാനങ്ങളും ശ്വേതരക്താണുക്കള്, ബി ലിംഫോസൈറ്റുകള്, ടി ലിംഫോസൈറ്റുകള്, ബാക്ടീരിയ രോഗങ്ങള്, വൈറസ് രോഗങ്ങള്, അതുപോലെ ജനിതക രോഗങ്ങള്, ജനിതകജന്യ രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് പഠിക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ബാലൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തരും കേട്ടോ. അപ്പൊ നമുക്ക് എന്നാ ക്ലാസ്സിലേക്ക് പോകാം. ഇതിനു മുമ്പ് 3 ടോപ്പിക് തീർത്തിട്ടുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ SCRT ആണ് കേട്ടോ. പുതിയ SCRT ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അതേപോലെ ഫിറമോണുകളെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3 ടോപ്പിക് തീർത്ത് തന്നിട്ടുണ്ട്. ഇത് 4ാമത്തെ ടോപ്പിക്കാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ വിലയേറിയ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ച് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അതേപോലെ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോക്ക് ഹൈപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ലെസന്റെ പേര് കേട്ടോ. 10ാം ക്ലാസ്സിലെ ലെസൺ ആണ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ലെസൺ ആണ് കേട്ടോ. അപ്പൊ നമുക്കെന്ന് ആ ലെസണിൽ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ പഠിച്ചു പോവാ കേട്ടോ. ലോകാരോഗ്യ സംഘടന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആരോഗ്യത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതി എന്നാണ്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുന്ന സമയത്ത് അല്ലെ, നമ്മുടെ ശരീരത്തില് എന്താണ് പ്രതിരോധിക്കാനുള്ള സംവിധാനം പരാജയപ്പെടുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോരോ അസുഖങ്ങൾ വന്നു ചേരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രോഗത്തിന് അടിമപ്പെടും. രോഗാണുക്കൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് എങ്കിലും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കാരണം നാം എന്താകുന്നില്ല, രോഗബാധിതർ ആകുന്നില്ല. രോഗാണുക്കൾ, വിഷവസ്തുക്കൾ, രാസവസ്തുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ആന്റിജനുകൾ ശരീരത്തിന് പ്രതിരോധ പ്രതികരണം നൽകാൻ കാരണമാകുന്നു. അപ്പൊ അവിടെ നിന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ പ്രതികരണം നൽകാൻ കഴിയുന്ന അതാണ് ഏത് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജനുകൾക്ക് ഉദാഹരണങ്ങളാണ് രോഗാണുക്കൾ, വിഷവസ്തുക്കൾ, രാസവസ്തുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ. ഇനി നോക്കിക്കേ, മലിനജലം, ഭക്ഷണം, വായു, നേരിട്ടോ പരോക്ഷമായോ ഉള്ള സമ്പർക്കം, വാഹക ജന്തുക്കൾ, മുറിവുകൾ മുതലായവയിലൂടെ രോഗകാരികൾ എന്ത് ചെയ്യാം, ശരീരത്തിൽ പ്രവേശിക്കാം അല്ലെ. മലിനജലം വഴി ഇതാക്കാം, ഭക്ഷണങ്ങൾ വഴി നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ രോഗകാരികൾ കയറും, വായുവിലൂടെ കയറും, നേരിട്ട് കയറാം, അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള സമ്പർക്കത്തിൽ വാഹക ജന്തുക്കൾ, മുറിവുകളിലൂടെയൊക്കെ അല്ലെ. അങ്ങനെ നമുക്ക് സഹജ പ്രതിരോധവും ഉണ്ട്, ആർജിത പ്രതിരോധവും ഉണ്ട്. അപ്പൊ എന്താ സഹജ പ്രതിരോധം? ജന്മനായുള്ള പൊതുവായിട്ടുള്ള പ്രതിരോധം. നമ്മുടെ ജന്മനാ തന്നെ നമ്മുടെ ശരീരം എന്താണ്, നല്ല ഹെൽത്തി ആയിട്ട് അല്ലെ, പ്രതിരോധിക്കാനുള്ള സംവിധാനത്തോടു കൂടി നമ്മൾ ജനിക്കുക അല്ലെ, അതിനെയാണ് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി ആർജിത പ്രതിരോധം എന്താ? ജനനശേഷമുള്ള പ്രത്യേകമായ പ്രതിരോധമുണ്ട് കേട്ടോ. അപ്പൊ സഹജവും ആർജിതവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സഹജം ജന്മനായിട്ടുള്ള പൊതുവായ പ്രതിരോധമാണെങ്കിൽ ആർജിത പ്രതിരോധം ജനനശേഷമുള്ള പ്രത്യേകമായിട്ട് പ്രതിരോധം. ഇനി എങ്ങനെയാ നോക്കിക്കേ, ഉമിനീര്, കണ്ണുനീര്, ശ്ലേഷ്മം, കർണമെഴുക്, സെപം, വിയർപ്പ്, ആമാശയത്തിലെ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്വാസനാളത്തിലെ സീലിയ, ദഹനപഥത്തിലും മൂത്രപഥത്തിലും കാണുന്ന ഉപകാരി ബാക്ടീരിയ തുടങ്ങിയവ പ്രാഥമിക തല സഹജ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. പഠിച്ചോളണം കേട്ടോ. പ്രാഥമിക തല സഹജ പ്രതിരോധത്തിന് ഉദാഹരണമാണ് ഉമിനീര്. വായുവിലുള്ള നമ്മുടെ നാക്കില് എന്തുണ്ട്, ഉമിനീരുണ്ട് അല്ലെ, അതെന്താ, ഒരു പ്രതിരോധ സംവിധാനമാണ്. കണ്ണുനീര് അല്ലെ, കണ്ണുനീര് എന്താ, അതാണ്. ശ്ലേഷ്മങ്ങള്, കർണമെഴുക്, നമ്മുടെ ചെവിയില് നമ്മളിങ്ങനെ ഇത് ആക്കിയിട്ട് എടുത്ത് കളയില്ലേ, അത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്ന പൊടിപടലങ്ങൾ പോകാതെ അത് സംരക്ഷിക്കുകയാണ്. സെപം, വിയർപ്പ്, ആമാശയത്തിലെ HCl, ശ്വാസനാളത്തിലെ സീലിയ, ദഹനപഥത്തിലും മൂത്രപഥത്തിലും കാണുന്ന ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ പ്രാഥമിക തല സഹജ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ്. പ്രാഥമികം കഴിഞ്ഞു. ഇനി നമുക്ക് ദ്വിതീയ തലം പഠിക്കാം കേട്ടോ. അപ്പൊ ഈ ദ്വിതീയ തലത്തിൽ എന്തൊക്കെയാ പറയുന്നത്? അതില് ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനങ്ങളും ഫാഗോസൈറ്റോസിസ്, വിങ്ങൽ പ്രതികരണം,
പനി, രക്തം കട്ടപിടിക്കൽ, മുറിവുണങ്ങൽ എന്നിവ ഉൾപ്പെടുന്നു. അപ്പൊ പ്രാഥമിക തല സഹജ പ്രതിരോധ സംവിധാനത്തിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകമായി പഠിക്കുക. ദ്വിതീയ തല സഹജ പ്രതിരോധ സംവിധാനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ, WBC വൈറ്റ് ബ്ലഡ് സെല്ല്, ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനങ്ങളും ഫാഗോസൈറ്റോസിസ്, വിങ്ങൽ പ്രതികരണം, പനി, രക്തം കട്ടപിടിക്കല്, മുറിവുണങ്ങലൊക്കെ എന്തിന് ഉദാഹരണമാണ്? ദ്വിതീയ തല സഹജ പ്രതിരോധ സംവിധാനത്തിന് ഉദാഹരണമാണ്. ഇനി പ്രത്യേകമായ, അപ്പൊ നമ്മൾ ഇവിടെ സഹജ പ്രതിരോധത്തില് 2 ടൈപ്പ് പഠിച്ചു. ഏതൊക്കെയാണ്? പ്രാഥമിക തല സഹജ പ്രതിരോധവും ദ്വിതീയ തല സഹജ പ്രതിരോധവും. അത് രണ്ടെണ്ണം അവിടെ പഠിച്ചു മാറ്റി. ഇനി നമ്മൾ ആർജിത പ്രതിരോധ സംവിധാനത്തിലേക്ക് പോകുകയാണ്. പ്രത്യേകമായ ആർജിത പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ച് ബി ലിംഫോസൈറ്റുകളുടെയും കൂടാതെ ടി ലിംഫോസൈറ്റുകളും നിർവഹിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആർജിത പ്രതിരോധ സംവിധാനം ജനനശേഷമുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആർജിത പ്രതിരോധത്തിൽ വരുന്നതാണ് ഇത് ബി ലിംഫോസൈറ്റുകളുടെയും ടി ലിംഫോസൈറ്റുകളുടെയും നിർവഹണം. വാക്സിനുകളായ BCG, OPV ഓറൽ പോളിയോ വാക്സിൻ, MMR വാക്സിൻ, HPV, COVID-19 വാക്സിൻ തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധവൽക്കരണത്തിലൂടെയാണ് നാം കൃത്രിമ പ്രതിരോധ ശേഷി നേടിയത്. അല്ലെ? കോവിഡ് വൈറസ് വന്ന സമയത്ത് അല്ലെ, കോവിഡ് വന്നപ്പോ എന്താ, COVID-19 വാക്സിൻ ഉപയോഗിച്ചിട്ട് അതിന് എന്ത് ചെയ്തു? കൃത്രിമമായിട്ട് പ്രതിരോധ ശേഷി നേടി. അല്ലെ? ക്ഷയത്തിനെതിരെയാണ് ഇത് BCG കുത്തിവെപ്പ്. അല്ലെ? പിന്നെ MMR വാക്സിൻ അല്ലെ, മുണ്ടിനീര്, റുബെല്ല, ഇതൊക്കെ എന്താണ്? അതിനൊക്കെയാണ് നമ്മൾ MMR വാക്സിൻ ഉപയോഗിക്കുന്നത്. അല്ലേ? അതൊക്കെ എന്താണ്? ഒരു കൃത്രിമ പ്രതിരോധ ശേഷി നേടുകയാണ് ഈ വാക്സിനുകളിലൂടെ ചെയ്യുന്നത്. ശരീരത്തിൽ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്ന പ്രേരണകളായിട്ട് വാക്സിനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വർത്തിക്കുന്നുണ്ട്. ഇനി പ്രതിരോധ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അനാരോഗ്യകരമായ ജീവിതശൈലി, രോഗാണുക്കളുടെ ആധിക്യം തുടങ്ങിയവ ശരീരത്തിന്റെ സുസ്ഥിതി തകരാറിലാക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. ഇനി ആർജിത രോഗങ്ങളിൽ പകരുന്ന സാംക്രമിക രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആർജിതത്തിലെ ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റും പറഞ്ഞു. അതിൽ തന്നെ 2 തരം രോഗങ്ങളുണ്ട്. സാംക്രമികമായിട്ടുള്ള രോഗവും പകരാത്ത രോഗങ്ങളുണ്ട്. ക്ഷയവും എലിപ്പനിയും ബാക്ടീരിയ രോഗങ്ങളാണ്. അല്ലെ? ക്ഷയം, എലിപ്പനി എന്ത് രോഗത്തിന് ഉദാഹരണമാണ്? ബാക്ടീരിയ വഴി വരുന്നതാണ്. എയ്ഡ്സ്, നിപ്പ വൈറസ് രോഗങ്ങളാണ്. റിംഗ്വർം, കാൻഡിഡിയാസിസ് എന്നിവ ഫംഗസ് രോഗങ്ങളാണ്. പഠിക്കണേ. ക്ഷയം, ബാക്ടീരിയ, ക്ഷയവും എലിപ്പനിയും. അല്ലെ? ക്ഷയം, എലിപ്പനി എന്ത് രോഗമാണ്? ഇവിടെ പഠിച്ചോളേ. ക്ഷയം, എലിപ്പനി എന്ത് രോഗത്തിന് ഉദാഹരണമാണ്? ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ്. എങ്കിൽ എയ്ഡ്സും നിപ്പയും എന്തിന് ഉദാഹരണമാണ്? വൈറസ് രോഗത്തിന് ഉദാഹരണമാണ്. എങ്കിൽ റിംഗ്വേമും കാൻഡിഡിയാസും ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. മലമ്പനിയും അമീബിക് മസ്തിഷ്ക ജ്വരവും പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. മലമ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം, പ്രോട്ടോസോവ രോഗങ്ങളാണ്. ഫൈലേറിയൻ വിരകൾ മന്തിന് കാരണമാകുന്നു. പകരാത്ത രോഗങ്ങളിൽ ക്യാൻസർ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ. ക്യാൻസർ എന്ത് ചെയ്യില്ല, അങ്ങനെ പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമല്ല. അല്ലെ? പിന്നെ ജീവിതശൈലി രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. തൊഴിൽജന്യ രോഗങ്ങൾ അല്ലെ, സിലിക്കോസിസ്, ഈ എന്താണ് ഫാക്ടറികളിലൊക്കെ വ്യവസായശാലകളിൽ പണിയെടുക്കുന്നവർക്കാണ് തൊഴിൽജന്യ രോഗങ്ങൾ വരിക. പിന്നെ പോഷണ വൈകല്യങ്ങൾ അല്ലെ, വൈറ്റമിൻ കുറവ് കൊണ്ടുവരുന്നത്, സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ തുടങ്ങിയവയും പകരാത്ത രോഗങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കണക്കുക. കൂടാതെ പാരമ്പര്യ രോഗങ്ങളും ഉണ്ട്. പാരമ്പര്യ രോഗങ്ങളുണ്ട്. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അരിവാൾ പോലെ വളഞ്ഞിരിക്കും നമ്മുടെ ശരീരം, അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഹീമോഫീലിയയും പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, ആധുനിക വൈദ്യശാസ്ത്രം എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ചികിത്സാ രീതികളാണ്. ശരീര പരിശോധന, ലാബോറട്ടറി പരിശോധന, ലക്ഷണങ്ങളുടെ വിലയിരുത്തൽ എന്നിവയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രോഗനിർണയ നടപടികളിൽ ഉൾപ്പെടുന്നത്. ഇതിനു വേണ്ടി സ്റ്റെതസ്കോപ്പ്, സ്ഫിഗ്മോമാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്, പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, എൻഡോസ്കോപ്പ്, സ്കാനറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നുണ്ട്.
ചികിത്സാ രീതികളിൽ ഔഷധോപയോഗം, ശസ്ത്രക്രിയ, അവയവ മാറ്റിവെക്കൽ, രക്തനിവേശനം, റേഡിയേഷൻ തെറാപ്പി എന്നിവ ഉൾപ്പെടുന്നു. ഇതിനായിട്ട് കാർഡിയോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ന്യൂറോളജി, ENT, പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ തുടങ്ങിയവ വിവിധ സ്പെഷ്യലൈസേഷനുകൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. സൂക്ഷ്മജീവികളിൽ നിന്നോ കൃത്രിമമായോ നിർമ്മിക്കുന്നതും ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ. പഠിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂക്ഷ്മജീവികളിൽ നിന്നോ കൃത്രിമമായോ നിർമ്മിക്കുന്നതും ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ചികിത്സാർത്ഥമുള്ള രക്തനിവേശനത്തിന് രക്തഗ്രൂപ്പുകൾ പരിഗണിക്കേണ്ടതുണ്ട്. കുളമ്പ് രോഗം, ആന്ത്രാക്സ്, അകിടുവീക്കം, കോഴിവസന്ത എന്നിവ ജന്തുരോഗങ്ങളാണ്. പഠിച്ചു വെക്കണേ. ജന്തുരോഗങ്ങൾക്ക് ഉദാഹരണമാണ് കുളമ്പ് രോഗം, ആന്ത്രാക്സ്, അകിടുവീക്കം, കോഴിവസന്ത. വാട്ടം, ദ്രുതവാട്ടം, ബ്ലൈറ്റ്, കുറുനാമ്പ്, മൊസൈക്ക്, കൂമ്പുചീയൽ തുടങ്ങിയവ സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതെല്ലാം പ്രീവിയസ് ആണ് മക്കളെ. രോഗകാരികളെ പ്രതിരോധിക്കാൻ സസ്യങ്ങളിലും ചില സംവിധാനങ്ങളുണ്ട്. അപ്പൊ സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ് വാട്ടം, ദ്രുതവാട്ടം, ബ്ലൈറ്റ്, കുറുനാമ്പ്, മൊസൈക്ക്, കൂമ്പുചീയൽ. ഇനി ജന്തുരോഗങ്ങൾ ഏതാണ്? കുളമ്പ് രോഗം, ആന്ത്രാക്സ്, അകിടുവീക്കം, കോഴിവസന്ത. ഇനി ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ എപ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത്? അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കേ. ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ശാരീരികവും മാനസികവും സാമൂഹികമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യം നമ്മൾ അത്ര നേരം പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അത്ര നേരം പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അത് ഒന്നും കൂടി നോക്കാം. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ എപ്രകാരം നിർവചിച്ചിരിക്കുന്നു? ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. ഇനി രോഗം എന്നാൽ എന്താണ്? ശരീരത്തിന്റെ സുസ്ഥിതിക്കുണ്ടാകുന്ന ഏത് വ്യതിയാനത്തെയും രോഗം എന്ന് പറയാം. ഇനി രോഗകാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? രോഗാണുക്കൾ, രാസവസ്തുക്കൾ, മദ്യം, മയക്കുമരുന്ന്, പുകവലി, പോഷണക്കുറവ്, അമിതമായ പോഷണം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, ശുചിത്വമില്ലായ്മ, മലിനീകരണം, ജനിതക ഘടകങ്ങൾ, രോഗാണുവാഹകർ, വാക്സിനേഷന്റെ അഭാവം, ഇതൊക്കെ രോഗത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി എന്താണ് ആന്റിജൻ? ശരീരത്തിൽ കടന്ന് രോഗമുണ്ടാക്കുന്ന രോഗാണുക്കൾ, വിഷവസ്തുക്കൾ, രാസവസ്തുക്കൾ, പരാഗരേണുക്കൾ, പൊടി, ചില ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയെ ആന്റിജനുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ആന്റിജൻ എന്താണെന്ന് മനസ്സിലായോ? ഇനി രോഗകാരികൾ അല്ലെങ്കിൽ ആന്റിജനുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം വഴികളിലൂടെയാണ്? വായിലൂടെ, കണ്ണിലെ, മൂക്ക്, ചെവി, ത്വക്കിലെ മുറിവ്, ഭക്ഷണം, വെള്ളം എന്നിവയിലൂടെയാണ്. ഇനി രോഗപ്രതിരോധ ശേഷി എന്നത് എങ്ങനെയാണ്? 2 തരം പ്രതിരോധം ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? സഹജ പ്രതിരോധവും ഉണ്ട്, ആർജിത പ്രതിരോധവും ഉണ്ട്. സഹജ പ്രതിരോധം ജന്മനായിട്ടുള്ള പൊതുവായ പ്രതിരോധമാണ്. ഇതിന് പ്രാഥമിക, ദ്വിതീയ തലമുണ്ട്. നമ്മൾ 2 തലങ്ങൾ പറഞ്ഞില്ലേ? ഇനി ആർജിത പ്രതിരോധം ജനനശേഷം ആർജിക്കുന്ന പ്രത്യേക സംവിധാനമാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ പ്രാഥമിക തല സഹജ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ് അല്ലെ? പ്രതിരോധ സംവിധാനം കണ്ണുനീരിലെ ലൈസോസൈം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ണിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കണ്ണുനീരിലെ ലൈസോസൈം. ചെവിയില് കർണമെഴുകാണ്. മൂക്കിലും ശ്വാസനാളത്തിലുമാണ്. മൂക്കില് ശ്ലേഷ്മവും ശ്വാസനാളത്തില് സീലിയും, വായില് ഉമിനീരിലെ ലൈസോസൈം, ആമാശയത്തിലെ HCl, ത്വക്കില് വിയർപ്പും സെബവും, കുടലില് ശ്ലേഷ്മം, ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയ, മൂത്രപഥത്തില് ലൈസോസൈമും അതേപോലെ തന്നെ ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയയും ആണ്. ഇനി പ്രാഥമിക തലം പ്രതിരോധം ഭേദിച്ച് രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ എത്തിയാൽ അവ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ദ്വിതീയതല സഹജ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് രോഗാണുക്കൾ ശരീരത്തിൽ എത്തിയാൽ പ്രതിരോധിക്കുക. ഇനി നമ്മുടെ ശരീരത്തിലെ ദ്വിതീയതല സഹജ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? പ്രാഥമിക തല പ്രതിരോധം ഭേദിച്ച് ശരീരത്തിനകത്ത് വരുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ദ്വിതീയതല പ്രതിരോധ സംവിധാനങ്ങൾ ഉദാഹരണം നമ്മളൊക്കെ നേരത്തെ പഠിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശ്വേതരക്താണുക്കളുടെ പ്രവർത്തനങ്ങൾ, ഫാഗോസൈറ്റോസിസ്, വിങ്ങൽ പ്രതികരണം, പനി, രക്തം കട്ടപിടിക്കൽ, മുറിവുണങ്ങൽ, ഇതൊക്കെ എന്താണ്? പ്രതിരോധിക്കാനുള്ള ദ്വിതീയ പ്രതിരോധ സംവിധാനത്തിന് ഉദാഹരണമാണ്. ഇനി ദ്വിതീയതല പ്രതിരോധ സംവിധാനത്തിൽ ശ്വേതരക്താണുക്കളുടെ പങ്ക് പഠിച്ചോളണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ടേബിള്. ദ്വിതീയതല പ്രതിരോധ സംവിധാനത്തിൽ ശ്വേതരക്താണുക്കളുടെ പങ്ക്. ഇതെല്ലാം ശ്വേതരക്താണുക്കളാണ്. ന്യൂട്രോഫില്, മോണോസൈറ്റ്, ഈസിനോഫില്, ബേസോഫിൽ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ന്യൂട്രോഫിൽ ആയിട്ടുള്ള ശ്വേതരക്താണുവിന്റെ പങ്ക് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി മോണോസൈറ്റോ? ബാക്ടീരിയയും മൃതകോശത്തെയും വിഴുങ്ങി നശിപ്പിക്കുന്നു. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഇനി ഈസിനോഫിൽ അലർജി ഉണ്ടാകുമ്പോൾ വരുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഇനി ബേസോഫിൽ രക്തം കട്ടപിടിക്കാതെ തടയുന്ന ഹെപ്പാരിൻ. അപ്പൊ രക്തം കട്ടപിടിക്കാതെ തടയുന്നത് എന്താണ്? ഹെപ്പാരിനാണ്. അലർജി ഉണ്ടാകുമ്പോൾ വീക്കം ഉണ്ടാക്കുന്ന ഹിസ്റ്റമിനെ ഉൽപ്പാദിപ്പിക്കുന്നതും അടുത്ത ചോദ്യമാണ് കേട്ടോ. അടുത്ത എക്സാമിന്റെ ചോദ്യമാണ്. അലർജി ഉണ്ടാകുമ്പോൾ വീക്കമുണ്ടാക്കുന്ന ഹിസ്റ്റമിനെ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിൽ ആണ്.
ബേസോഫിൽ ആണ് കേട്ടോ. അപ്പൊ 4 പഠിച്ചു. 4 ശ്വേതരക്താണുക്കളുടെ പങ്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധിക്കാനുള്ള ശേഷി തരുന്നത്. ന്യൂട്രോഫില് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും രോഗാണുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പൊ രോഗാണുക്കൾ എന്ത് ചെയ്യും? നശിക്കും അല്ലേ? ഇനി മോണോസൈറ്റോ ബാക്ടീരിയയും മൃതകോശങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുകയും മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈസിനോഫില് അലർജി ഉണ്ടാകുമ്പോൾ വരുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു, പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഇനി ബേസോഫില് രക്തം കട്ടപിടിക്കാതെ തടയുന്ന ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നു, അലർജി ഉണ്ടാകുമ്പോൾ വീക്കമുണ്ടാക്കുന്ന ഹിസ്റ്റമിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി എന്താണ് ഫാഗോസൈറ്റോസിസ്? വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ എക്സാമിനും ഒരു ചോദ്യമാണ് ഫാഗോസൈറ്റോസിസ്. ഉദാഹരണം ഏതൊക്കെയാണ്? എന്താണ് ഫാഗോസൈറ്റോസിസ്? നോക്കിക്കേ. ചില വെളുത്ത രക്തകോശങ്ങൾ, അതായത് ഫാഗോസൈറ്റുകൾ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഫാഗോസൈറ്റോസിസിന്റെ ഘട്ടങ്ങൾ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് എക്സാമിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫാഗോസൈറ്റ് രോഗാണുവിനെ സമീപിക്കും, എന്നിട്ട് ഗ്രാഹികളുടെ സഹായത്താൽ രോഗാണുവിനെ വിഴുങ്ങി ഫാഗോസോം ഉണ്ടാക്കും. ഫാഗോസോമുമായി ലൈസോസോം ചേർന്ന് ഫാഗോലൈസോസോം ഉണ്ടാകുന്നു. ലൈസോസോമിലുള്ള എൻസൈം രോഗാണുവിനെ നശിപ്പിക്കുന്നു, അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്നു. ഇവിടെ ലൈസോസോം തന്നിട്ടുണ്ട്, ഫാഗോലൈസോസോം തന്നിട്ടുണ്ട്, എന്താണ് ഇവിടെ പ്രവർത്തനം എന്ന് തന്നിട്ടുണ്ട്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ്, 100% ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ഫാഗോസൈറ്റിന് ഉദാഹരണമാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും കേട്ടോ. ഫാഗോസൈറ്റിന് ഉദാഹരണമാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലും MN കേട്ടോ. ഫാഗോസൈറ്റിന് ഉദാഹരണം ഏതാണ്? മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. എത്ര എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇനി വിങ്ങൽ പ്രതികരണം ഒരു തരം പ്രതിരോധ സംവിധാനമാണ്. ഇതെന്താണ്? നമ്മൾ പഠിച്ചില്ലേ? ദ്വിതീയതല പ്രതിരോധ സംവിധാനങ്ങൾ പഠിച്ചില്ലേ? അതില് നമ്മൾ ഫസ്റ്റ് ഫാഗോസൈറ്റോസിസ് പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ എന്താ പഠിച്ചത്? വിങ്ങൽ പ്രതികരണം. എന്താ വിങ്ങൽ പ്രതികരണം? മുറിവോ ചതവോ ഏറ്റ ഭാഗത്തെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് അണുബാധയെ നേരിടാനായി വെളുത്ത രക്തകോശങ്ങളെ എത്തിക്കുന്ന പ്രക്രിയയാണ് വിങ്ങൽ പ്രതികരണം. അത് പഠിച്ചല്ലോ. ഇനി വീക്കം സംഭവിക്കുമ്പോൾ മുറിവേറ്റ ഭാഗത്തെ കോശങ്ങൾ ഹിസ്റ്റമിനും മറ്റ് രാസവസ്തുക്കളും പുറത്തുവിടുന്നത് മൂലം രക്തക്കുഴലുകൾ വികസിക്കുന്നു. രക്തപ്രവാഹം വർദ്ധിക്കുമ്പോൾ മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളും മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുകയും അവ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് പനി? ശരീര താപനില സാധാരണ പരിധിയായിട്ടുള്ള 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസിലും ഉയരുന്ന അവസ്ഥയാണ് പനി. ഫാരൻഹീറ്റിൽ 98.6, സെൽഷ്യസിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഒരു പോയിന്റ് ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. അണുബാധയോ വീക്കമോ ഉണ്ടാകുമ്പോൾ വെളുത്ത രക്തകോശങ്ങൾ പൈറോജസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടുന്നു. എന്താണ്? പൈറോജസ് എന്ന രാസവസ്തുക്കൾ. ഇത് തലച്ചോറിനെ ശരീര താപനില ഉയർത്താനായിട്ട് പ്രതിരോധിക്കുന്നു. ഇത് ഫാഗോസൈറ്റുകൾക്ക് വേഗത്തിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനും രോഗകാരികളുടെ വളർച്ച തടയാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അപ്പൊ പനി എന്താണെന്ന് മനസ്സിലായോ? ഇനി രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ എന്നീ പ്രോട്ടീനുകൾ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം, ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലേറ്റുകൾ. അപ്പൊ രക്തം കട്ടപിടിക്കാനായി ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രോത്രോംബിനും ഫൈബ്രിനോജനും. പഠിച്ചോളണം. പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ഇത് രണ്ടും എന്താണ്? പ്രോട്ടീനാണ്. ഇനി എൻസൈം ആയിട്ടുള്ള ത്രോംബോപ്ലാസ്റ്റിൻ. ഇനി ചുവന്ന രക്താണുക്കളും പ്ലേറ്റ്ലേറ്റുകളും. ഇനി രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? മുറിവുണ്ടാകുമ്പോൾ പ്ലേറ്റ്ലേറ്റുകളും പരിക്കേറ്റ കലകളും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുകയും എൻസൈം പ്രോത്രോംബിനെ ത്രോംബിനാക്കുകയും ഫൈബ്രോജനെ ഫൈബ്രിനോക്കുകയും പിന്നെ ചുവന്ന രക്താണുക്കൾ കുടുങ്ങി രക്തക്കട്ട രൂപപ്പെടുകയും. പെട്ടെന്ന് എനിക്ക് ചുമ വന്നപ്പോൾ അവിടെ നിന്ന് ക്ലാസ് ഉണ്ടായതാണ് കേട്ടോ. അപ്പൊ അവിടെ നടക്കുന്ന പ്രവർത്തനം ഇങ്ങനെയാണ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു കേട്ടോ. ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ എന്ത് ചെയ്യുന്നു? ത്രോംബിനാക്കി മാറ്റുകയും ത്രോംബിൻ എന്ത് ചെയ്യാണ്? ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുകയും ഇത് അരുണ രക്താണുക്കളിൽ കുടുങ്ങി RBCയിൽ കുടുങ്ങി അത് രക്തക്കട്ടകളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ അതാണ് അവിടെ നടക്കുന്ന പ്രവർത്തനം. മുറിവുണങ്ങൾ ഒരു പ്രതിരോധ സംവിധാനം ആകുന്നത് എങ്ങനെ? ഇതൊക്കെ നമ്മൾ എവിടെയാ പഠിച്ച? ദ്വിതീയ തല സഹജ പ്രതിരോധ സംവിധാനങ്ങളിലെ ഓരോന്നായിട്ട് പഠിച്ചു വരികയാണ് കേട്ടോ. ഇനി മുറിവുണങ്ങൾ എങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം?
മുറിവുണങ്ങിയാൽ രോഗാണുക്കൾക്ക് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ആവില്ല. ഇനി മുറിവടയാളം അവശേഷിക്കുന്നു. കാരണം എന്താ? നഷ്ടമായ കലകൾക്ക് പകരം യോജക കലകൾ കൊണ്ട് മുറിവുണങ്ങുമ്പോൾ അടയാളം ശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് പ്രത്യേക പ്രതിരോധം? ഓരോ ആന്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് പ്രത്യേകമായി നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം. ഇത് പ്രധാനമായിട്ടുള്ളത് ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളുമാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടും പഠിച്ചോളണം. ബി ലിംഫോസൈറ്റുകൾ എന്താണ്? രൂപപ്പെടുകയും പാകപ്പെടുകയും ചെയ്യുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. പഠിച്ചു വെക്കണേ. ബി ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്. ടി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിൽ നിന്നാണ്. അതിലെ ഈ ടി തൈമസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ടി എന്ന് വെച്ചിട്ടൊന്ന് കണക്കാക്കുക കേട്ടോ. തൈമസിന്റെ ടി അത് തന്നെയാണ് ടി ലിംഫോസൈറ്റുകൾ എന്ന് ഓർക്കുക. ഇനി പ്രവർത്തനം എന്താണ്? ബി ലിംഫോസൈറ്റ് ആന്റിജനുകൾക്കെതിരെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആന്റിജൻ ഏതൊക്കെയാണെന്ന് നമ്മൾ കുറെ പഠിച്ചില്ലേ? അതിനെതിരെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആന്റിബോഡി ബോഡി ബി ലിംഫോസൈറ്റ് കേട്ടോ. ആന്റിജനുകൾക്കെതിരെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ടി ലിംഫോസൈറ്റോ? രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. മക്കളെ ഇത് എങ്ങനെയാ ഞാൻ പറയാ? വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇനി എന്താ കൃത്രിമ പ്രതിരോധ ശേഷി? വാക്സിനുകൾ നൽകിയിട്ടുള്ള പ്രതിരോധവൽക്കരണത്തിലൂടെ പ്രതിരോധ ശേഷി നേടുന്നതാണ് കൃത്രിമ പ്രതിരോധ ശേഷി. ഇനി ചില രോഗങ്ങൾക്കെതിരെ വാക്സിനുകൾ എങ്ങനെയാണ് പ്രതിരോധ ശേഷി തരുന്നത്? വാക്സിനുകളിൽ രോഗകാരികളോ അവയുടെ ഭാഗങ്ങളോ അടങ്ങിയിരിക്കുന്നു. ഇവ ആന്റിജനുകളായി വർത്തിക്കുകയും പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രോഗകാരികൾക്കെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് നോക്കിക്കേ, നമുക്ക് വാക്സിൻസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. MMR വാക്സിൻ കണ്ടോ? MMR വാക്സിൻ അടങ്ങിയ ഘടകം നിർവീര്യ രോഗകാരികളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. പ്രതിരോധിക്കുന്ന MMR എന്താ? MMR എം ഏതാണ്? മീസിൽസ് 5-ാം പനി, പിന്നെ മംസ് മുണ്ടിനീര്, 6 റൂബൽ. അത് ചോദിച്ചിട്ടുണ്ട്. MMRൽ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മീസിൽസ്, മംസ്, റൂബല. OPV മൃതരോഗകാരികളാണ്. ഓറൽ പോളിയോ വാക്സിനിലെ പോളിയോ പിള്ളവാതം. HPV എന്താ? രോഗകാരിയുടെ ശരീരഭാഗങ്ങളാണ് കേട്ടോ. സർവിക്കൽ ക്യാൻസറിന് ആണ് ഏത് HPV ഉപയോഗിക്കുന്നത് കേട്ടോ. സർവിക്കൽ ക്യാൻസർ. പിന്നെ COVID-19 അറിയാം, വൈറസിന്റെ ജനിത ഭാഗങ്ങളാണ്. അത് COVID-19 രോഗം പ്രതിരോധിക്കാനാണ്. BCG ജീവനുള്ള നിർവീര്യമാക്കിയ രോഗാണുവാണ്. ക്ഷയത്തിനെതിരെയാണ്. ഇനി വാക്സിനേഷന്റെ പിതാവ് ആരാ? എഡ്വേർഡ് ജെന്നർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ്. ആദ്യ വാക്സിൻ ആയിട്ടുള്ള വസൂരി വാക്സിൻ കണ്ടെത്തിയതും എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ വാക്സിനേഷന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. വാക്സിൻ എന്ന പദം എങ്ങനെയാ? പശു എന്നർത്ഥമുള്ള ഏത് ലാറ്റിൻ ആണ്? വാക്ക ട്ടോ. ഈ ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. വാക്സിൻ എന്ന പദം പശു എന്ന അർത്ഥമുള്ള, ഇതിന്റെ അർത്ഥം എന്താണ്? പശു എന്ന അർത്ഥമുള്ള ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം പുതിയ SSCRT പാഠത്തിലാണ്. എല്ലാം പുതിയ SSCRT ആണ്. ഇനി നോക്കൂ, വിവിധ തരം രോഗങ്ങള്. ആർജിത രോഗങ്ങൾ, അതായത് സാംക്രമിക പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ക്ഷയം, എലിപ്പനി, എയ്ഡ്സ്, നിപ, റിംഗ്വേം, മലമ്പനി, മന്ത്. സാംക്രമിക അതായത് പകരുന്ന രോഗങ്ങൾക്ക്. മക്കളെ നന്നായി പഠിച്ചോളേ. ഇതിനിടയിൽ സ്റ്റേറ്റ്മെന്റ് മാറ്റി തരുമ്പോൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ക്ഷയം, എലിപ്പനി, എയ്ഡ്സ്, നിപ, റിംഗ്വേം, പിന്നെ മലമ്പനി, മന്ത്. ഫംഗസിന് നമ്മൾ ഉദാഹരണം പഠിച്ചില്ലേ? റിംഗ്വേം. ഓക്കെ. ഇനി പാരമ്പര്യ രോഗങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഇനി സാംക്രമിക രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാണ്? ഓക്കെ. ഈ രോഗങ്ങൾ പകരുന്നത് എങ്ങനെയാ? മലിനമായ ഭക്ഷണം, മലിനമായിട്ടുള്ള ജലം, വായുവിലെ കണിക, ചുമ, തുമ്മൽ, നേരിട്ടുള്ള സമ്പർക്കം, പ്രതല സമ്പർക്കം വഴിയോ, എലി, കൊതുക്, നായ തുടങ്ങിയ രോഗാണുവാഹകരായ ജന്തുക്കൾ വഴിയോ ആണ് ഈ സാംക്രമിക രോഗങ്ങൾ പകരുന്നത്. ഈ രോഗങ്ങൾക്കൊക്കെ കാരണം അതാണ് കേട്ടോ. ഇനി പാരമ്പര്യ രോഗങ്ങളും സിക്കിൾ സെൽ അനീമിയ പറഞ്ഞു അല്ലെ. ഇനി മനുഷ്യരിൽ രോഗാണുക്കളായി വർത്തിക്കുന്ന സൂക്ഷ്മ ജീവികൾ നോക്കുക. ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുകയും അവ പുറത്തുവിടുന്ന ടോക്സിനുകൾ, വിഷാംശമാണ് കേട്ടോ, അത് അതേ കലകളെ നശിപ്പിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ബാക്ടീരിയയുടെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? നിറയെ അത് പെരുകും. എന്നിട്ട് അവ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ പറയുമ്പോൾ വിഷാംശങ്ങളെ പുറത്തുവിടും.
എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കലകളെയൊക്കെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്തി കോശസ്തരത്തെ തകർക്കുന്ന എൻസൈമുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. ഇനി വൈറസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം, ഇതിങ്ങനെ ഇതേ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എപ്പോഴും. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്ന സൂക്ഷ്മജീവി ഏത് എന്ന് ചോദിക്കാറുണ്ട്. അത് വൈറസ് ആണ് കേട്ടോ. അതുവഴി അവ കോശങ്ങളെ നശിപ്പിച്ച് രോഗമുണ്ടാക്കുന്നു. ഇനി ഫംഗസ് ചർമ്മത്തിലും നഖങ്ങളിലും നേരിട്ട് ബാധിക്കുകയോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നു. പ്രോട്ടോസോവ ശരീരത്തിൽ പ്രവേശിച്ച് ആതിഥേയ കോശങ്ങളിൽ പെരുകി നശിപ്പിക്കുന്നു. മറ്റു ചിലത് ശരീരപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ദോഷകരമായ വസ്തുക്കൾ, ടോക്സിനുകൾ പുറത്തുവിടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഫംഗസ് രോഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. രോഗങ്ങൾ, രോഗകാരികൾ എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതാണ്. ഇതാണ് 10ാം ക്ലാസ്സിലെ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ലെസൺ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം അടങ്ങിയിട്ടുള്ള SCERT ഭാഗമാണ് ഇതവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് ഞാൻ സമയം തരാം, ഇത് പോസ് ചെയ്യുക, വായിക്കുക. അപ്പൊ ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് നോട്ടാക്കിയിട്ട് അവിടെ തന്നത് കേട്ടോ. അപ്പൊ നമ്മളിതൊക്കെ പഠിച്ചില്ലേ? ചെവിയിലെ മെഴുക്, ശ്ലേഷ്മം, ആമാശയത്തിലെ ഇതൊക്കെ പറഞ്ഞില്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ബേസോഫില് നമ്മളിത് പറഞ്ഞു. ഫാഗോസൈറ്റോസിസ് പഠിച്ചു. വിങ്ങൽ പ്രതികരണം എന്താണ് പഠിച്ചു. പനി എന്താണ് പഠിച്ചു. രക്തം കട്ടപിടിക്കൽ എന്താണ് പഠിച്ചു. മുറിവുണങ്ങല്, ആർജിത പ്രതിരോധം, ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്, ഡുവഡ് ജെന്നർ, വാക്സിൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ വാക്സിനുകൾ MMR, OPV, പിന്നെ വാക്സിന്റെ പ്രവർത്തനം എന്താണ്, രോഗങ്ങളെ കുറിച്ച് പഠിച്ചു. ആർജിത രോഗങ്ങൾ എന്താണ് പഠിച്ചു അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ നോട്ടാണ് ഞാൻ ആദ്യം തന്നത്. ലെസൺ വായിക്കണമെന്നുണ്ടെങ്കിൽ ലെസൺ വായിച്ചാൽ ഒരു പോയിന്റ് പോലും എക്സ്ട്രാ കിട്ടില്ല കേട്ടോ. അത് മുഴുവൻ അവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. ഇതുപോലെ ടോപ്പിക്കായിട്ട് എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.